പേളിമാണി ഇപ്പൊ ഏറിൽ ആകാശത്ത് നിൽക്കുകയാണെന്നുള്ളതാണ്. ഞാനും ചെറിയ രീതിയിൽ ആകാശത്താണ്. എന്നാൽ പേളിമാണി കാണിച്ച അല്ലെങ്കിൽ ഡയലോഗ് അടിച്ച ഡയലോഗിടെയാണ് പണിയത് എന്നുള്ളതാണ്. എന്റെ ഇഷ്ട നിറം കാവിയാണ്, മക്കളെ തെരുവിൽ കിടന്ന് സമരം ചെയ്യാതെ കുടി പൊക്കോ അല്ലെങ്കിൽ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞത് അങ്ങ് ഏറിപ്പോയി. 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഡൗൺ ആയി. ഞാൻ ഈ പേളിമാണിയുടെ വ്ളോഗിനെ കുറിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തൊരു മനുഷ്യനാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ പേളിമാണിയുടെ ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. എന്നാൽ പേളിമാണിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പുറത്ത് ചാടിയത് ഏകദേശം 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നത്. മെറീന മൈക്കിൾ എന്ന ആ ഒരു പെൺകുട്ടിയെ, ആ സിനിമ നടിയെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണ്. അവര് നിരന്തരമായിട്ട് ഇങ്ങനെ നടത്തിച്ച് അവസാനം അവർ ആ ഒരു കാര്യം തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. നമുക്ക് എന്തായാലും ഞാൻ അന്ന് 1 വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോന്റെ കുറച്ച് പ്രസ്തുത ഭാഗങ്ങളൊന്ന് കാണാൻ കേട്ടോ. ഇന്നെന്തായാലും മെറീനക്ക് പറയാൻ വോയിസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തുറന്നു കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കാണാം. ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുള്ള പ്രശ്നമാണ്. അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മൾ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് 3ാമത്തെ തവണ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാണ്. ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അവർ മെനക്കെടുവല്ലേ. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെക്കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ, സെറീന മൈക്കിൾ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിന്നിരുന്ന സമയത്ത് അത്യാവശ്യം എബിയൊക്കെ സിനിമ ചെയ്ത് അത്യാവശ്യം നല്ല ആക്ടിങ് ഒരു സ്കില്ലൊക്കെ ഉള്ള നടിയാണ്. അവർ നിരന്തരമായി ഒരു യൂട്യൂബ് ചാനൽ അവരെ ഇന്റർവ്യൂ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത് ക്യാൻസൽ ആവും. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ക്യാൻസൽ ആവുന്നത് എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പേളിമാണി ഒരു കേളി ഹെയർ സ്റ്റൈലാണ്. രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. കേളി ആയിട്ടാണ് മുടി, നല്ല രസമാണ്. അവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. പേളിമാണിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുകൂടാതെ തന്നെ ബിഗ് ബോസിലൂടെ വന്ന ഒരു പ്രണയവിവാഹം എല്ലാവർക്കും അവരോട് ഭയങ്കര താല്പര്യം. പക്ഷേ ആ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറം ഇവർ ഇങ്ങനെ ഒരു സ്വഭാവക്കാരി കൂടി ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള ഒരു കാര്യം അറിയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നി. ഞാനത് ആദ്യം വിശ്വസിച്ചില്ല. ഞാനിപ്പോൾ കുറെ ആളുകൾ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എന്താണ് അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി എല്ലാ കമന്റ് ബോക്സും തെരഞ്ഞു നോക്കുമ്പോൾ അവരെ വളരെ ആ ഒരു രീതിയിൽ, അതായത് താല്പര്യമില്ലാത്ത രീതിയിൽ ആളുകൾ മാറുന്നു. ഇഷ്ടപ്പെട്ടിരുന്നവരൊക്കെ ഇപ്പൊ ഇഷ്ടപ്പെട്ടോ എന്നൊരു സംശയം. അതെ അതന്നെ. കഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെട്ടുള്ളത്? പേളിമാണിയുടെ ആ ഒരു ഫാമിലി വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന സാധനം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പേളിമാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും, അവരോട് വർക്ക് ചെയ്ത ചില ആളുകൾ പോലും നമ്മളൊക്കെ മെസ്സേജ് അയച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അവരൊന്നും പുറത്ത് അത് വിടാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് പുറത്ത് വിടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പേളിമാണി ഏറിപ്പോകുന്നു. പേളിമാണിക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണികളൊക്കെ ഓരോ ആളുകൾ കൊടുത്തോണ്ടിരിക്കുന്നു. എന്തൊക്കെയോ സിബി മലയിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. കിട്ടിയ അവസരം മെറീനക്കാണ്. മെറീനയെ അന്ന് ശരിക്ക് തേച്ചൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ക്യാൻസൽ ആവുമെന്ന് ആലോചിച്ചോക്കൂടെ എത്ര പൈസയുടെ ചെലവുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഇരുട്ടാണ്, കാരണം നല്ല കിഡിലൻ മഴക്കാറാണ്. കറണ്ടും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അതാണ് പരിപാടി, കലാപരിപാടി തന്നെ. കറണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തോന്നിയ പോലെയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ, അപ്പോൾ വേറൊരു ആങ്കർ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ്. ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റ്. പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ പുള്ളിക്ക് ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാർക്ക് മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊരു തൊഴിൽ എന്താ പറയുക, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ. കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസിന്റെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി. അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ. തീർച്ചയായിട്ടും ഇപ്പൊ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരി പോകുന്നത്. ഒന്നാമത്തെ ഹിന്റ്, വി ലുക്ക് സിമിലർ. ഞങ്ങൾ രണ്ടുപേരും കേളി മുടിയൊക്കെ ആയിട്ട് ഏകദേശം ഒരുപോലെയാണ്. അത് രണ്ടാമത്തെ ഹിന്റുകളെല്ലാം വെച്ച് നോക്കി. പിന്നെ ഈ സിനിമ 2016-17 കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് ആങ്കറിംഗിൽ തിളങ്ങി നിന്നിരുന്ന ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തി പേളിമാണിയാണ് എന്ന് ആളുകൾ കണ്ടെത്തുകയും പിന്നീട് പേളിമാണിയെ ആളുകൾ ആ രീതിയിൽ കമന്റ് ബോക്സിൽ വരുന്നു. നേരിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഇങ്ങനെ കത്തിക്കാരിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്റെ കരിയറിലെ എന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയമൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, കമ്മ്യൂണിക്കേഷൻ യാതൊരു പ്രശ്നമില്ല. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഈഗോ പ്രശ്നം തന്നെയാണ്. മലയാള സിനിമയിൽ പുരുഷന്മാർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ മാത്രമല്ല, സ്ത്രീകൾ തമ്മിലും അങ്ങോട്ട് കൊണ്ടുണ്ട്. ഇതേ ആളെ തന്നെ ഗ്രേസ് ആന്റണി എന്ന് പറയുന്ന ഒരു യുവനടി അവരുടെ കാരവാനിൽ നിന്ന് ഇറക്കി വിട്ട ഒരു കഥയൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ ഞാൻ അതിൽ പ്ലേ ചെയ്യുന്നില്ല. നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നിൽക്കാം. എന്താണ് കാര്യം എന്നൊന്നും ആൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സംസാരിക്കുന്ന അങ്ങോട്ടും കൊണ്ടും അല്ലെങ്കിൽ പൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അകത്തേക്ക് വരുമ്പോൾ പണി. കാരണം ഇവർ നല്ല സുഹൃത്തുക്കളായിട്ടൊക്കെ നിന്നിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പക്ഷേ എനിക്ക് താല്പര്യമില്ല. തന്നെ ഈഗോ തന്നെ എന്തായാലും മുഴുവൻ കേട്ടോ. അതെന്തുകൊണ്ടാണ് എനിക്കൊരു പിടുത്തമില്ല. എന്തിനാണ് നിങ്ങൾ ഈഗോ പ്രശ്നം വെച്ച് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരെന്നെ ഒരു കാരവാനിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോണ സമയത്ത് ഇവരുടെ കാരവാൻ അവിടുത്തെ പ്രൊഡ്യൂസർ റെഡിയാക്കി കൊടുത്തു. ആ കാരവാനിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ട് ഗ്രേസ് ആന്റണി ആണെന്ന് വെച്ചാൽ അത് തുറന്നു കൊടുക്കാനോ അവരെ ഒരുമിച്ചിരുത്താനോ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ സ്വന്തം കാറിൽ വന്നിട്ട്
അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്തരം വിവേചനങ്ങൾ എന്നൊരു പിടുത്തമില്ല. ഇതിപ്പോ പേളിമാണിക്ക് ഇവർ ഇന്റർവ്യൂ എടുത്താൽ എന്താ കുഴപ്പമുള്ളത്? ഒന്നുമില്ല. ഈഗോ, വൃത്തികെട്ട ഈഗോ. എന്തായാലും എയറി കയറിയില്ലേ, സന്തോഷമായില്ലേ? ഞാനും എയറിലാണ്, പക്ഷെ പേളിമാണിയുടെ അടുത്തെത്തിക്കില്ല എന്ന് തോന്നുന്നു. ഞാൻ വേറെ രീതിയിലാണ് എയറിലായിട്ടുള്ളത്. പിന്നീട് എനിക്ക് ഐ ആം റിയലി താങ്ക്ഫുൾ. എല്ലാവരും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ്. ഇവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദിസ് കർട്ടസി, താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും. അത് എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടി നോക്കിയിട്ടില്ല. ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രശ്നമില്ല. ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഷീ നോട്ട് ഇൻട്രസ്റ്റഡ്. ആങ്കർ എന്നുള്ള സാധനമാണ്. ഇത് പല മേഖലയിലും ഉണ്ട് കേട്ടോ. ഇതിപ്പോ സ്ത്രീയാണോ പുരുഷനാണോ എന്നില്ല, ഇതിപ്പോ എല്ലാവരിലും ഉണ്ട് ഈ ഒരു സാധനം. അതായത് പുറത്തേക്ക് കാണിക്കില്ല, പ്രകടിപ്പിക്കില്ല. ഇതിപ്പോ പ്രൊഡ്യൂസറോടോ ഡയറക്ടറോടോ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് അറിയുന്നതും അവരാണോ എന്നാൽ ഞാനില്ല എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രക്ക് ഡീപ്പായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ എടുക്കാതിരിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ്. അതെനിക്ക് തീരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ചില സുഹൃത്തുക്കൾ അങ്ങനെയാണ്. നമ്മുടെ കൂടെ അവരുണ്ടാവും തെറ്റിദ്ധരിക്കുകയാണ് നമ്മള്. അവർ നമ്മുടെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക, തോളത്തിരുന്ന് ചെവി തിന്നുക. മനസ്സിലായില്ലേ? ഈ പരിപാടികൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് നോക്കിയാൽ അത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുള്ളതാണ്. നമ്മളെ തളർച്ചയിലും നമ്മുടെ ഉയർച്ചയിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കും കൂട്ടുകാര്. ഇതിപ്പോ വെറുതെ ഒരു ചിരിയും കളിയും മാത്രം. റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് കേട്ടോ. ഇപ്പൊ പേളിയുടെ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്, ഭയങ്കര സന്തോഷമാണ്. അതിനിടയിൽ തന്നെ പേളി എന്തോ ഭർത്താവിനെ തട്ടിയെടുത്താണെന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ ഒരു സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ഞാൻ അതിന്റെ വാല് പിടിച്ച് പോയിട്ടില്ല. അതവിടെ കിടക്കട്ടെ, ചിലപ്പോൾ അതിന്റെ വാല് പിടിച്ച് പോകേണ്ടി വന്നാൽ നമുക്ക് പോവാം. ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറാണ്. അപ്പോൾ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെ. അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു പുതിയ കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇതെന്തായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ്. അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം കാറിൽ കയറാൻ സമ്മതിക്കില്ല. അതൊക്കെ ഫീമെയിലാണ്. ഓക്കെ, എത്രത്തോളം നാണക്കേട് ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്. അതായത് നല്ല പരിചയമുള്ള ഒരാൾ തന്നെ ഞാൻ ആണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്നറിയുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നതിൽ എന്ത് വൃത്തികെട്ട പരിപാടിയാണ്, എത്ര മോശമുള്ള കാര്യമാണ് അല്ലേ. പിന്നീട് ഒരു മുഖത്തോട് മുഖം എങ്ങനെ നോക്കിയിട്ടുണ്ടാവുക എന്നൊരു പേടിയില്ല കേട്ടോ. എനിക്കത് വളരെ മോശമായിട്ട് തോന്നി. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അപ്പൊ ഇത് ഈഗോ ക്രാഷ് ആണ്, ഈഗോ പ്രോബ്ലം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഈഗോ ഒക്കെ വെച്ച് എത്ര നാളാണ് നമ്മൾ ജീവിക്കുക? അതൊക്കെ വളരെ കുറച്ച് നാളുകളുള്ളൂ ഈ ഭൂമിയിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് കൂടി സന്തോഷത്തോട് കൂടി ജീവിക്കണ്ടേ? നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഒഴുകി പോകും. ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ചത്ത് മലക്കും നമ്മളൊക്കെ പുഴുക്കൾക്ക് തിന്നാനുള്ളതാ. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ട് ആക്ടിങ് സ്കില്ലൊക്കെ ഉള്ള ഒരാളാണ്. സിനിമയിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചു വരുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ പേളിയെ നീ അത് ചെയ്തത്? അതെ, ഇവർ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചിലതൊക്കെ ചിലപ്പോൾ മോശമായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഒരു അഭിപ്രായമാണെന്നില്ലല്ലോ. പക്ഷെ എന്തിനീ ഈഗോ? നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോകുന്ന ആളുകളാണ്. പുഴുവിന് തിന്നാനുള്ളതാണ് നമ്മുടെ ശരീരം. അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ചൊക്കെ നടന്നിരുന്ന ആളുകളാണ്, സുഹൃത്തുക്കളാണ്. ഒരുമിച്ചിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല. ഇന്റർവ്യൂ എടുക്കണം എന്ന് പറയുമ്പോഴത്തേനും ഈഗോ അടിക്കുന്നതൊക്കെ എന്തിനാണ്? ഒരു പിടിയില്ല. എന്റെ പൊന്ന് പേളിമാണി എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു സമരത്തെയോ ക്രൂശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് വരും. നിങ്ങളെ ഫോളോ ചെയ്തിരുന്ന 2 ലക്ഷത്തിൽ മുകളിൽ ആളുകൾ നിങ്ങളുടെ ആ ഒരു താല്പര്യങ്ങൾക്ക് എതിരായി നിന്നിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർ പോയത്. എന്തായാലും പോകാനുള്ളവർ പോകും, വരാനുള്ളവർ വരും. അടുത്ത കോൺട്രവേഴ്സി വരും, അത് ആളുകൾ മറന്നു പോകും. അത്രേ ഉള്ളൂ. എല്ലാ കോൺട്രവേഴ്സികൾക്കും അധികം ആയുസൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഇത് പേളിമാണി ആണ് എന്ന് കമന്റ് ബോക്സിൽ അല്ലാതെ ഇവരോട് ഇത് ആയിരുന്നു ഇതാണോ ആൾ ഇത് ചോദിക്കുന്നതിനുള്ള മറുപടി കൂടി കേട്ടോ. എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കാണുമ്പോൾ ഒരു അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത്. എനിക്ക് തോന്നുന്ന വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം. ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ, അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ. പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരുടെ അടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവർ പേര് പറയില്ല. പേരിന് പറയേണ്ട കാര്യമൊന്നുമില്ല, പറയായിരുന്നു നല്ലത്. പോട്ടെ, എന്തായാലും ജനങ്ങൾ കണ്ടെത്തി. മലയാളികളുടെ പ്രത്യേകത തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഹിന്റ് മതി. അത് വെച്ച് ഇവിടെ CBI കളിക്കും നമ്മൾ. അത് കൃത്യമായി കണ്ടെത്തുക ചെയ്യും. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വരുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് ഇതിലും നല്ലത് ആ പേരങ്ങ് പറയുക. പിന്നെ ആളുകൾ വല്ലാണ്ട് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ, സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷയം എല്ലാ യൂട്യൂബർമാരെ കയ്യിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇത്തരം വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പോവാൻ നോക്ക്, ചെല്ലാൻ നോക്ക്, വിട്ടോ വണ്ടി വിട്ടോ ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നാണം കെട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അതേ നാണക്കേട് പേളിമാണിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് അർത്ഥവത്തായിട്ടുള്ള വാക്കുകളല്ലേ സന്ദീപ് വടപ്പാൾ പറഞ്ഞത്. പല കാര്യങ്ങളിലേക്കും കണക്ട് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളാണ് ഞാൻ 1 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, കൂടെ നിന്ന് കഴുത്തറക്കുന്ന പരിപാടി അത് നല്ലതല്ല. പിന്നെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്കും പാര പണിഞ്ഞ ആളാണെന്നെങ്കിൽ അത് തിരിച്ചൊരു പണിയൊക്കെ കൊടുക്കാം. അത് അത്ര കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല.
ചില ആളുകളുണ്ടല്ലോ കൂട്ടമായി നിൽക്കുമ്പോൾ പല ആളുകളെ കുറിച്ചിട്ടും കുറെ അപവാദങ്ങൾ പറയും. ആ അപവാദങ്ങൾ ചിലതൊക്കെ ശരിയായിരിക്കും, ചിലതൊക്കെ നുണയായിരിക്കാം. എന്നിരുന്നാലും അതൊക്കെ സൂക്ഷിച്ചു വെച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വജ്രായുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവൻ അത് ചെയ്ത് തെറ്റാണ് ശരിയാണെന്ന് നമുക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നതാണ്. നമ്മൾ ചെറ്റത്തരാണ് കാണിച്ചത് എങ്കിൽ മറ്റുള്ള ആളുകൾ ഇത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ചെറ്റത്തരം കാണിക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.